ഹുമയൂൺ ടോംബിന്റെ ഉൾഭിത്തി ഇടിഞ്ഞു വീണ് അപകടം. 10ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി സജു തോമസ് ചേരുന്നുണ്ട്. സജു, എപ്പോഴാണ് അപകടം? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസാമുദ്ദീനിലെ ഹുമയൂൺ ടോംബിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണെന്നുള്ള വാർത്തയാണ് 4 കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ 10ഓളം പേർ കുടുങ്ങി കിടക്കുന്നതാണ് ഇപ്പോൾ സംശയം. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും അതുപോലെ NDRFന്റെ ഒക്കെ പ്രവർത്തകർ ഇവിടെ എത്തി ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഈ സ്ഥലത്ത് നിന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം വിദേശികളടക്കമുള്ള പേരുടെ ഉണ്ടായിരുന്നു. പക്ഷേ 9 പേരോളമാണ് ഇതിന്റെ അടിയിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേര് ഇതിൽ കിടക്കുന്ന സംശയം ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സജു, എത്ര പേരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്? ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിന്റെ അടിയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതായത് ഈ ഹുമയൂൺ ടോംബിന്റെ ഒരു താഴികപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് തകർന്നു വീണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടേക്ക് ഇപ്പോൾ അഗ്നിരക്ഷാസേന അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഇതിനടിയിൽ കുടുങ്ങി കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ അവധി ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പേര് ഇതിന് ഉള്ളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശരി, ഹുമയൂൺ ടോംബിന്റെ ഉൾഭിത്തി ഇടിഞ്ഞു വീണ് അപകടമുണ്ടായിരിക്കുകയാണ്. 10ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. ഇന്ന് അവധി ദിനമായതിനാൽ തന്നെ നിരവധി ടൂറിസ്റ്റുകൾ അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പത്തോളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. यहाँ पे दीवार मकान था ना, एक मकान बना हुआ, दीवार गिरा है, वहीं पे NDRF टीम खुदाई कर रहा है. मैं लाइव फ्रेम दे रखा हूँ, वीडियो लगी नहीं, गुम्बद नहीं. രക്ഷാപ്രവർത്തനം ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് സജു തോമസ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗങ്ങളിലായിട്ടാണ് അഗ്നിരക്ഷാ സേന സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 10ഓളം പേർ ഇതിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ആ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഇന്ന് സ്വാഭാവികമായിട്ടും ഈ അവധി ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ താഴികക്കുടത്തിന് ഒരു ഭാഗമാണ് തകർന്നു വീണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടേക്ക് ഇപ്പോൾ ഈ അവിടെയുള്ള സഞ്ചാരികളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതിന്റെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. 10 പേരോളമാണ് ഇതിന്റെ അടിയിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ പേരുണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്കൊക്കെയും ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെയും അതുപോലെ തന്നെ NDRFന്റെ അടക്കമുള്ള ഈ വിഭാഗത്തിന്റെ ഒക്കെയും ആൾക്കാർ ഇവിടേക്ക് തന്നെ എത്തി ഇതിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 10 പേരാണ് ഇതിന്റെ ഉള്ളിൽപ്പെട്ടത്. ഇവരെയൊക്കെയും പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ, സജു, എപ്പോഴാണ് അപകടമുണ്ടായത്? അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഉൾഭിത്തി ഇടിഞ്ഞു വീഴാനുള്ള കാരണം? അക്ഷയ, ഇന്ന് വൈകിട്ട് 4 കൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഹുമയൂൺ ടോംബ് എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്മാരകമാണ്. അപ്പോൾ സ്മാരക വകുപ്പിന്റെ കീഴിലാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ എല്ലാ വർഷവും അറ്റകുറ്റപ്പണികളടക്കം കൃത്യമായിട്ട് നടക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ വർഷവും ഇതിന്മേലുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും ഒക്കെയും ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു കാലപ്പഴക്കമോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇത്തരത്തിലുള്ള വലിയൊരു തകർച്ചയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് ഇത്തരത്തിൽ ഒരു ഭാഗം അടർന്നു വീണു എന്നുള്ളതാണ്. നമുക്കറിയാം, ഡൽഹിയിൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഈ മഴയുടെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു തകർച്ച എന്നാണ് മനസ്സിലാക്കുന്നത്. 10 പേരാണ് നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. കൂടുതൽ പേരുണ്ടോ എന്നുള്ള സംശയമൊക്കെയും ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന ചില വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 10 പേരാണ് ഇതിന്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരെയൊക്കെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ, ശരി.